എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നൈറ്റി വിത്ത് ഷോളാണ്. നൈറ്റി വിത്ത് ഷോളിൽ ഇതുവരെയായിട്ട് ആരും കാണിക്കാത്ത ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലാൽജിവാല ബ്രാൻഡിലുള്ള നൈറ്റാണ്. 270+ GST ആണ്. 270+ GST എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 283 84 അടുത്തേക്ക് വരും. ഇപ്പോൾ കാണിക്കുന്നത് അത് മെറ്റീരിയലിൻ്റെ ഷോളുമാണ്. നല്ല കിടിലൻ ഷോളാണ് കേട്ടോ. ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ബെറ്റർ ഷോളൊക്കെയാണ് ഈ പ്രാവശ്യം എന്നാ പറഞ്ഞ ഐറ്റത്തിൻ്റെ ഒപ്പം വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ സീസണൊക്കെ ആവാറായിട്ടുണ്ട്. ഇപ്പോൾ നൈറ്റ് വിത്ത് ഷാളൊക്കെ ഒരുപാട് ഡിസൈൻസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കൂടുതൽ നൈറ്റ് വിത്ത് ഷാളിൻ്റെ വീഡിയോ ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ കാണിക്കുന്ന ഡിസൈൻസുകളൊന്നും എന്നാ പറയുക, നമ്മൾ ഷോളും മെറ്റീരിയലും സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നില്ല. അതുപോലെ തന്നെയുള്ള ഷോളാണ് എല്ലാ മെറ്റീരിയലിൻ്റെ ഒപ്പം ഉള്ളത്. നല്ല ക്വാളിറ്റിയുള്ള ഷോളാണ് കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ ലോട്ടിൽ എടുത്ത ആളുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും. പിന്നെ ഇത് പ്രോഷ്യൻ പ്രിൻറ്റിൽ വന്നായിട്ടാണ്, രാജവാടി പ്രിൻ്റ് അല്ല. അങ്ങനെ പ്രിൻറ്റ് പോവും അങ്ങനെ ഒരു പേടി ആരും വേണ്ട. ഇപ്പോൾ രാജവാടി ആണെങ്കിലും പ്രിൻറ്റ് പോവുമൊന്നുമില്ല. എല്ലാ ഡിസൈനിലും 5 കളർ വീതമാണ് കേട്ടോ വന്നിട്ടുള്ളത്. മിനിമം എടുക്കേണ്ടത് 10 പീസാണ്. 10 പീസ് മുതലാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത്. 270 GST ആണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത്. റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പീസ് ഏകദേശം 400 GSMൻ്റെ അടുത്ത് ക്വാളിറ്റി തന്നെ ആയിട്ടാണ്. അപ്പോൾ ഇത് ഇന്ത്യ പോസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഷിപ്പിങ്ങിനകത്തേക്ക് മാറുമ്പോൾ ചെറുതായിട്ട് റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ 4 കിലോ ഓൾമോസ്റ്റ് 10 പീസ് എന്ന് പറയുമ്പോൾ 4 കിലോ വരും ഓൾമോസ്റ്റ്. ഇപ്പോൾ മെയിനായിട്ട് 2 സീസൺ അടുപ്പിച്ചാണ് ഇപ്രാവശ്യം വരുന്നത്. വിഷു റംസാൻ സീസണും ഒരുമിച്ചാണ് കയറി വന്നത്. അപ്പോൾ ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നൈറ്റ് വിത്ത് ഷാളിലൊക്കെ വെറൈറ്റി കളക്ഷൻസാണ് ഇപ്പോൾ നമ്മൾ ഈ കാണിച്ചേക്കുന്നത്. ഇതുവരെയായിട്ടും അങ്ങനെ വേറെ എവിടെ നിങ്ങൾ കാണാത്ത രീതിക്കുള്ള കളക്ഷൻസാണ് ഇതെല്ലാം. പിന്നെ ലാൽജിവാലയുടെയും കൂടെ ഒരു മെറ്റീരിയലാണ്. അതായത് സംഭവം സ്റ്റാൻഡേർഡ് ആയിരിക്കും എന്നുള്ള തരത്തിലൊരു പേടിയും വേണ്ട ആർക്കും. നൈറ്റ് വിത്ത് ഷാളൊക്കെ ഇപ്പോൾ നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തന്നെയൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് തീരാറുണ്ട്. അപ്പം ആരും സ്ക്രീൻഷോട്ട് എടുത്ത് ബുദ്ധിമുട്ടൊന്നും വേണ്ട. നമ്മുടെ വാട്സാപ്പ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിസൈൻസ് എല്ലാം അയച്ചു തരും. ഡിസൈൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് ഡിസൈൻസാണ് ഇഷ്ടപ്പെട്ടത് അത് റിട്ടേൺ അയച്ചാൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ നമ്മൾ ഓർഡർ പ്രൊസീഡ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ചില സമയത്തൊക്കെ ചില തിരക്കായതുകൊണ്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ ഡിലേ വന്നത്. നൈറ്റി വിത്ത് ഷാൾ കൂടാതെ തന്നെ 290ൻ്റെ മെറ്റീരിയൽ 320 കോട്ടൺ ഷോള്, പിന്നെ കുർത്തീസ്, ടോപ്പ്, അണ്ടർ സ്കേർട്ട്, അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ഇപ്പോൾ ചോദിച്ചാൽ മതി, മെസ്സേജ് ചോദിച്ചാൽ മതി. നമ്മളതിൻ്റെ ഫോട്ടോസ് എല്ലാം അയച്ചു തരും. അപ്പോൾ ഫോട്ടോസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ തന്നെ ഓർഡർ ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ നമ്മൾ ഫോട്ടോ തന്നു, രാവിലെ തന്നു, വൈകുന്നേരമായിട്ട് ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്തുള്ള കുറേ ഡിസൈൻസ് തീർന്നിട്ടുണ്ടാവും. പിന്നെ ഈ കാണിക്കുന്നത് വേറൊരു മോഡലാണ്. ഒരു ദാമൻ ചാർട്ടിൽ വന്ന പുതിയ നൈറ്റ് വിത്ത് ഷാളാണ്. ഈ വീഡിയോയിലുള്ളത് എല്ലാം നൈറ്റ് വിത്ത് ഷാളാണ്. ഇത് സാധാരണ മെറ്റീരിയലിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മൾ. എല്ലാ ഡിസൈൻസും നൈറ്റ് വിത്ത് ഷാളിൻ്റെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോൾ നമ്മൾ ഓപ്പണാക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഷോൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഡിസൈനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. ഈ കാണിക്കുന്നത് അതിൻ്റെ ഷോളാണ് കേട്ടോ, മെറ്റീരിയലല്ല, ഷോളാണ് ഈ കാണിക്കുന്നത്. ഇന്ത്യ പോസ്റ്റ് കൊറിയർ സർവീസ്, അതായത് പ്രൈവറ്റ് കൊറിയർ, പാഴ്സൽ സർവീസ്, ഇത് 3 വഴി നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ ഷിപ്പിംഗ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഷിപ്പിംഗ് ചാർജസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ 10 പീസാണെന്നുണ്ടെങ്കിൽ ചെറിയ സാധാ ഇപ്പോൾ 10 പീസ് അയക്കാൻ 140 ആണെങ്കിൽ ഇതിന് കുറച്ചുകൂടെ കൂടുതൽ വരും. എന്ന് വെച്ചാൽ ഇതിന് വെയിറ്റ് കൂടുതലുള്ള കാരണം. പിന്നെ കൊറിയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റേറ്റ് അന്നേരം ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. ഈ പാഴ്സൽ സർവീസ് ആണെങ്കിൽ ഇതിപ്പോൾ ഒരു 30 പീസിൻ്റെ മുകളിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 160 മുതൽ 190 വരെ, അത് നിങ്ങൾക്കൊരു 100 പീസ് വരെയൊക്കെ എടുക്കാം ഒരു റേഞ്ചിനകത്ത്. അതിനകത്ത് വലിയ മാറ്റങ്ങളൊന്നും വരാനൊന്നുമില്ല. പിന്നെ അഡ്രസ്സ് വരുമ്പം എല്ലാവരും ഷോപ്പ് നടത്തുന്നവരൊക്കെ ആണെങ്കിൽ ഷോപ്പിൻ്റെ അഡ്രസ്സ് ശ്രദ്ധിക്കുക. എന്നുവെച്ചാൽ കൊറിയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരവിടെ കൊണ്ടുവരും എന്നുള്ളതാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഷോപ്പിൻ്റെ അഡ്രസ്സ് തരാൻ മാക്സിമം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ നമ്മൾ വർക്കിംഗ് ആണ്. അപ്പോൾ ആ സമയത്ത് മാക്സിമം എല്ലാവരും നേരിട്ട് വന്ന് എടുക്കാനുള്ള ഒരു വരാൻ നോക്കുക. പിന്നെ കോൾ ചെയ്തിട്ട് കിട്ടണില്ല എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വർക്കിംഗ് ടൈമിൽ മാത്രമാണ് വിളിച്ചാൽ കിട്ടുള്ളൂ. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ വാട്സാപ്പ് സപ്പോർട്ട് മാത്രമാണ് ഉണ്ടാവുള്ളൂ. ഒരു 9 മണി, രാത്രി 9 മണി വരെ വാട്സാപ്പ് സപ്പോർട്ടൊക്കെ ഉണ്ടാവും. പിന്നെ ആദ്യം അയച്ച ഓർഡർ മാത്രമാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. ഇപ്പം ഇടയ്ക്കുന്ന് അങ്ങനെ എടുക്കുന്ന പരിപാടിയില്ല നമുക്ക്. നമ്മൾ ആദ്യം അയച്ചവരുടെ ഓർഡർ ആദ്യം എടുക്കും. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ആളുടെ ഓർഡർ എടുക്കുകയുള്ളൂ. പിന്നെ പേയ്മെൻറ്റിൻ്റെ കാര്യം, ഒന്നിൽ നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യാം, അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ചെയ്യുന്നില്ല. നമ്മളെല്ലാ വീഡിയോയിലും പറയാറുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല, മിനിമം ക്വാണ്ടിറ്റി 10 ആണ്. എന്നാലും നമുക്ക് ഒരുപാട് മെസ്സേജ് അയക്കാറുണ്ട്, നമുക്കിങ്ങനെ 5 പീസ് കിട്ടുമോ, 6 പീസ് കിട്ടുമോ, ക്യാഷ് ഓൺ ഡെലിവറി കിട്ടുമോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഇല്ലയെന്ന് എല്ലാ വീഡിയോയിലും നമ്മൾ എടുത്തെടുത്ത് പറയേണ്ടതായിരുന്നു. എന്നാലും വീണ്ടും നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ആ കാര്യം പറഞ്ഞത്. പിന്നെ ഇപ്പോൾ ഈ കാണിക്കുന്ന ഡിസൈൻസ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയാലും നമുക്ക് വീണ്ടും വെറൈറ്റി ഡിസൈൻസൊക്കെ ഓൺ ദ വേയിലുണ്ട്. അപ്പോൾ അതൊന്നും ഓർത്താലും പിടിക്കേണ്ട, അടുത്ത ഡിസൈൻസ് നമുക്ക് വരും. അപ്പോൾ അങ്ങനെ എല്ലാവരും നല്ല രീതിക്കൊക്കെ പർച്ചേസ് ചെയ്യുക, നല്ല രീതിക്ക് ബിസിനസ് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, പലരും പറഞ്ഞായിരുന്നു ഇങ്ങനെ ഈ നൈറ്റ് വിത്ത് ഷാളിന് റേറ്റ് കുറവാണെന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ സാധാരണ മെറ്റീരിയൽ നോക്കുവാണെങ്കിൽ തന്നെ പല ക്വാളിറ്റിയുടെ മെറ്റീരിയലുണ്ട്. അപ്പോൾ പല ക്വാളിറ്റിക്ക് പല റേറ്റാണ്. അതുപോലെയാണ് നൈറ്റ് വിത്ത് ഷാളിലും. നൈറ്റ് വിത്ത് ഷാളിലും കുറഞ്ഞ റേറ്റിൽ വന്ന ഐറ്റംസ് ഉണ്ട്, കൂടിയ റേറ്റിൽ വന്ന ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ ലാൽജിവാല എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് ഇതിന് ഈ റേറ്റ് വരുന്നത്. ഇത് നമുക്ക് റീറ്റെയിലിൽ 350 മുതൽ 380 രൂപ വരെ
കൊടുക്കാൻ പറ്റും. ആ ഒരു റേഞ്ചിന് നമുക്ക് റീറ്റെയിൽ ഇത് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസാണ്. പിന്നെ ഐറ്റം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് 2 ദിവസത്തിനകം ചെയ്യണം. 2 ദിവസം വരെയാണ് നമ്മൾ ഐറ്റം മാറ്റി വയ്ക്കുകയുള്ളൂ. 2 ദിവസം കഴിഞ്ഞിട്ടും പേയ്മെൻറ്റ് ഇല്ല, നിങ്ങളുടെ സൈഡിൽ നിന്ന് റെസ്പോണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഓർഡർ ക്യാൻസൽ ആവും. ആ ഐറ്റം വേറെ ആൾക്ക് പോകും. പിന്നീട് പേയ്മെൻറ്റ് ചെയ്തിട്ട് എനിക്ക് ഐറ്റം വേണമെന്ന് നിർബന്ധം പിടിച്ചാൽ പോലും ഐറ്റം നമുക്ക് തരാൻ പറ്റിയെന്നിരിക്കില്ല. നമ്മുടെ സ്റ്റോക്ക് ഇല്ലാത്ത കാരണമാണ്. പിന്നെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ ചെറിയ പാർട്ടീസിൻ്റെ ഓർഡർ എടുക്കുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ 1-2 പേര് ഇങ്ങനെ ഫോട്ടോ ചോദിക്കും, നമ്മൾ ഫോട്ടോ അയച്ചു കൊടുക്കും. വീണ്ടും ഫോട്ടോ ചോദിക്കും, വീണ്ടും അയച്ചു കൊടുക്കും. അവർ ഇങ്ങനെ ചോദിക്കൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പിന്നെ ഓർഡർ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ അയച്ചു കൊടുത്ത ഐറ്റത്തിന് പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഓർഡർ ആണ്. അപ്പോൾ അത് ഓട്ടോമാറ്റിക് ഉണ്ടാവില്ല. പിന്നെ ആ തിരക്കിൻ്റെ ഇടയ്ക്ക് റിപ്ലൈ കൊടുക്കാനും മറന്നു. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അല്ലാതെ മനഃപൂർവ്വമായിട്ട് നമ്മൾ ആർക്കുടെയും ഓർഡർ നമ്മൾ ഐറ്റം വിൽക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്, അല്ലാണ്ട് ഇവിടെ സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ആരുടെ ഓർഡർ നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കാറില്ല. ഈ ഷോപ്പിൽ ഈ തിരക്കിൻ്റെ ഇടയ്ക്കിട്ടുന്ന ചെറിയ സമയങ്ങളിലാണ് നമ്മൾ മാക്സിമം വീഡിയോ എടുക്കുന്നത്. പിന്നെ വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോകാണ്ടിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട്. കുറച്ചുകൂടെ ഫാസ്റ്റായിട്ടാണ് നമ്മൾ ഡിസൈൻസും അതിനകത്ത് ഇപ്പോൾ എന്തൊക്കെ കളേഴ്സ് ഉണ്ടെന്നുള്ളതെല്ലാം കാണിച്ചു പോകുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും അറിയിക്കാം കേട്ടോ. സോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ കളക്ഷൻ. അപ്പോൾ ഇനിയും പുതിയ പുതിയ ഡിസൈൻസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.